എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമാണ്. മാനസികമായ അസുഖങ്ങളെപ്പറ്റിയും അതിനുള്ള ചികിത്സാ സംവിധാനങ്ങളെപ്പറ്റിയും മാനസിക ആരോഗ്യത്തോടെ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമൊക്കെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 10 ലോകവ്യാപകമായി മാനസിക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ മാനസിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തോടെയുള്ള ജീവിതത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ മാനസികമായ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കാം, ഏതൊക്കെ തരത്തിലുള്ള ശീലങ്ങൾ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും നല്ല മാനസിക ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ശീലങ്ങളുടെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ്. നല്ല ശീലങ്ങൾ നമ്മളെ നല്ല സ്വഭാവങ്ങളിലേക്കും നല്ല സ്വഭാവങ്ങൾ നമ്മളെ നല്ല വ്യക്തിത്വത്തിലേക്കും നയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ശീലങ്ങളുടെ ഭാഗമായിട്ട് മാറുക. ആ നല്ല ശീലങ്ങളാണ് മികച്ച മാനസികാരോഗ്യത്തിന് കാരണമായി തീരുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല ഉറക്കത്തിൻ്റെ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു അതിപ്രസരം വന്നപ്പോൾ പല ആളുകൾക്കും ഉറങ്ങാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല. കാരണം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോൺ എടുക്കും, സോഷ്യൽ മീഡിയയുടെ പല തലങ്ങളിലൂടെയും സഞ്ചരിക്കും. അങ്ങനെ അത് ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ചെയ്യുന്ന ഭാഗത്തിൽ നിന്നും വിട്ടു പോവാൻ ബ്രെയിൻ നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെ അതിൽ സർഫ് ചെയ്ത് ഉറക്കത്തിന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു. നമുക്ക് നമ്മുടെ ബ്രെയിന് ഏറ്റവും അധികം ആക്റ്റീവായിട്ടിരിക്കുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണ്. അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പല വീഡിയോകളും പല ന്യൂസുകളും പല മെസ്സേജുകളും നമ്മുടെ ബ്രെയിനിനകത്തേക്ക് കയറി വരും. അതിനകത്ത് പലതും നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ബ്രെയിൻ ഏറ്റവും അധികം ആക്റ്റീവായിട്ടിരിക്കുക ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ബ്രെയിനകത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള മെസ്സേജുകളാണ്, ചിന്തകളാണ് കിട്ടുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബ്രെയിനകത്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ നല്ല ഉറക്കം സാധ്യമാവണമെങ്കിൽ നമ്മൾ ഒരു കൃത്യസമയം നമ്മൾ പാലിക്കണം. ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ആ ഒരു ശീലം അവിടെ ആവർത്തിക്കും. ഫോൺ എടുക്കും, വീണ്ടും അതിനകത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഉറങ്ങാൻ ഒത്തിരി വൈകും. അപ്പോൾ നല്ല ഉറക്കം നല്ല ചിന്തകളിലേക്കും നല്ല പ്രഭാതങ്ങളിലേക്കും നമ്മളെ നയിക്കുമെന്നതാണ്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ളൊരു ഉറക്കം ശീലിക്കുക എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, നമ്മൾ നല്ല വ്യായാമത്തിൻ്റെ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വ്യായാമം ശീലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് അത് ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മാനസികവും വൈകാരികവുമായുള്ള ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. നോക്കൂ, സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വളരെ കൂടുതലായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും അവരിൽ. മാത്രമല്ല, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ വൈകാരികമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന, അത് പലതരത്തിലുള്ള അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടുള്ള വ്യായാമം അവർക്ക് തിരഞ്ഞെടുക്കാം. ജിമ്മിലാവാം, മോർണിംഗ് വാക്കാവാം, ഓട്ടമാവാം, കായികമായിട്ടുള്ള ഏത് തരത്തിലുള്ള വ്യായാമം ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമ മുറകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് വൈകാരികമായിട്ടും മാനസികമായിട്ടും അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്നത് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വൈകാരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചിട്ടയായ ഒരു വ്യായാമ മുറ നമ്മൾ ശീലിച്ചെടുക്കുക, അതൊരു ശീലമാക്കുക. വ്യായാമം ഒരു സ്വഭാവമായിട്ട് മാറട്ടെ. അതിൻ്റെ കൂടെ അത് പിന്നീട് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറുകയും ചെയ്യും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് സമയത്തും ഓടിച്ചെല്ലാൻ പറ്റുന്ന, എന്ത് കാര്യം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, നമ്മുടെ പരിമിതികളും പോരായ്മകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല സൗഹൃദങ്ങൾ നല്ല മാനസികാരോഗ്യത്തിലേക്ക് നയിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത്, ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ വ്യക്തിത്വത്തെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് നല്ല സൗഹൃദ വലയങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരു കാരണമായിട്ട് തീരും.
അതുകൊണ്ട് നല്ല മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സൗഹൃദങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാം. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. അപ്പോൾ ജീവിതം എപ്പോഴും വളരെ സുഖകരമായൊരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പോകണമെന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, നിരാശകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ സമയത്ത് വലിയ നിരാശയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോവാതെ എന്തിനും ഏതിനും പരിഹാരമുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമ്മൾ ശീലിച്ചെടുക്കണം. നമ്മളെ സഹായിക്കാനും നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താനും ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് പറയാൻ സാധിക്കണം ആരോടെങ്കിലുമൊക്കെ. അതൊരു ശീലമാക്കി മാറ്റണം. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റരുത്. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റണം. നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. നമുക്ക് ഒരാളെ കാണണമെങ്കിൽ അയാളെ നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യണം കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് ഫോൺ എടുക്കുക, ഒന്ന് ഫോൺ വിളിക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. നമുക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറയുക. ഇങ്ങനെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ തുറന്ന് പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക, നാം നമുക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ സമയങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാൻ ശ്രമിക്കുക. തനിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ജീവിതത്തിൽ എന്തൊക്കെ നേടാനുണ്ട് എന്നുള്ളതും നമ്മളെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാനും നമ്മോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ഇതിൻ്റെ കൂടെ ഒറ്റയ്ക്കുള്ള യാത്രകൾ വളരെ മനോഹരമായിരിക്കും. ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് യാത്രകൾ പോവുക, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ചില ശീലങ്ങളും ശ്രമങ്ങളും ഒക്കെ നടത്തുക. മറ്റൊന്ന്, നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ നമ്മൾ പറയും സന്തോഷവാനായിട്ടിരിക്കുക എന്ന് പറയുമല്ലോ. ഈ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ. ലോകത്ത് മറ്റൊരാൾക്കൊരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് സന്തോഷത്തിന് ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമ്മളെ ചുറ്റിനും സന്തോഷിക്കാൻ ആവശ്യമായിട്ടുള്ള അനവധി കാരണങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഒന്ന് കണ്ണോടിക്കുക. അങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ വാതിൽ നാം നമുക്ക് വേണ്ടി തന്നെ തുറക്കുക. അല്ലാതെ മറ്റുള്ളവർ, കൂട്ടുകാർ, ഭാര്യ, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ നമ്മുടെ സന്തോഷത്തിന് കാരണക്കാരാവട്ടെ എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കരുത്. നമ്മുടെ സന്തോഷത്തിനുള്ള കാരണങ്ങളും സാധ്യതകളും നാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒന്നിനോടും വാശിയോ പകയോ വിദ്വേഷമോ കൊണ്ടു നടക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കേണ്ട സമയങ്ങളിൽ ക്ഷമിക്കേണ്ടവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. നമുക്കൊരാളോട് ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ട്, അത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം സന്തോഷിക്കാനുള്ള സാധ്യതകളും കാരണങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഈ വാശിയും ദേഷ്യവും ഒക്കെയാണ് നമ്മളെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളോട് നമ്മൾ വിട്ടുകൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുക. അത് നമ്മുടെ ഏറ്റവും മികച്ച മാനസിക ആരോഗ്യത്തിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആളുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്ത ആളാണെന്ന് സ്വയം തിരിച്ചറിയുകയും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളോടൊക്കെ എല്ലായ്പ്പോഴും കൃതജ്ഞത ഉള്ളവനായിരിക്കുകയും ചെയ്യുക. ചില ആളുകളുണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാറ്റിനോടും എന്തിനോടും ഏതിനോടും പരാതി പറയുന്ന ആളുകളുണ്ട്. നോക്കുക, അവരുടെ ജീവിതം മരിക്കുന്നത് വരെ അവർ ജീവിതകാലം മുഴുവനും പരാതികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യർ പ്രശ്നങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളോട് കൃതജ്ഞത പുലർത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ എപ്പോഴും പരാതികൾ പറയേണ്ടി വരുന്നത്. നമ്മളൊരിക്കലും പരാതി പറയേണ്ട, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ അനുഗ്രഹങ്ങളോട് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? കൃതജ്ഞത ഉള്ളവനായിരിക്കുക. നമ്മുടെ ചുറ്റിനും നടക്കുന്ന നല്ല കാര്യങ്ങളെ എല്ലായ്പ്പോഴും നമ്മൾ ബ്ലസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചുറ്റിനും നല്ല കാര്യങ്ങൾ നടക്കും, ചീത്ത കാര്യങ്ങൾ നടക്കും. പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ചുറ്റിനും നടക്കുന്ന നല്ല കാര്യങ്ങളോട് ബ്ലസ് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ
പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളായിരിക്കും. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ കാണാൻ ശ്രമിക്കുന്നത്, അത് ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ, അത് നല്ലതാണെങ്കിൽ നല്ലത് കാണാൻ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും, ചീത്തയാണെങ്കിൽ ചീത്ത കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളെ ബ്ലസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ജീവിതം എല്ലായ്പ്പോഴും ഒരു സ്മൂത്തായിട്ട് പോകണമെന്നില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരാം. ഏറ്റവും മോശം സാഹചര്യങ്ങളിലൂടെയും ചിലപ്പോൾ നാം കടന്നു പോകാം. അപ്പോൾ നാം നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെ വളരെ കമ്പാഷനോട് കൂടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും സാധിക്കണം. ലവിങ് യുവർ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മുടെ ചുറ്റിനും നടക്കുന്ന നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടാനും കേൾക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ ഈ ലോകം മുഴുവനും വളരെ മനോഹരമായിട്ട് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുക. നമുക്ക് ജീവിതത്തിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തണമെങ്കിലും പുതിയ മേഖലകൾ കണ്ടെത്തണമെങ്കിലും ഒക്കെ അടിസ്ഥാനപരമായിട്ട് നാം നമ്മളെ ഇഷ്ടപ്പെടണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. എന്നെക്കൊണ്ട് സാധിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള കഴിവുകൾ എന്നിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങണം. ആ വിശ്വാസം ഒരു ശീലമായിട്ട് മാറുകയും കൂടെ വേണം. അപ്പോൾ നാം നമ്മെ സ്നേഹിക്കണം, നമ്മെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മെ സ്വയം ഒരു വാല്യൂ നമ്മൾ കൽപ്പിക്കണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ പുതിയ സാധ്യതകൾ കാണാനും പുതിയ സാധ്യതകൾ തേടി പോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യങ്ങളിലൂടെയും മോശം അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ സ്വയം വിശ്വാസത്തിലൂടെയും സെൽഫ് റെസ്പെക്റ്റിലൂടെയും സ്വയം സ്നേഹത്തിലൂടെയും വളരെ കമ്പാഷനോടുകൂടെ നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കാം. ഇനി നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റാത്ത, സ്വയം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിന് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. സൈക്കോളജിസ്റ്റുമാരും സൈക്യാട്രിസ്റ്റുമാരും കൗൺസിലേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് സ്വയം പരിഹരിക്കാൻ, സ്വയം പ്രശ്ന സാധ്യതകൾ കാണാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഇത്തരം സഹായങ്ങൾ തേടുന്നതിൽ യാതൊരു മടിയും വിചാരിക്കരുത്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പൊതുവെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക, ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം കാര്യമാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കൂട്ടുകാരനോട് പോലും പറയാൻ സാധിക്കാത്ത ഏത് കാര്യവും, എത്ര ആഴത്തിലുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയാം. സൈക്കോളജിസ്റ്റ് അത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാനും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടന്ന് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ സ്വയം പരിഹരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു കൗൺസിലേഴ്സിനെ കാണാൻ യാതൊരു മടിയും വിചാരിക്കേണ്ട. അത്തരം കാര്യങ്ങളും നമ്മളൊരു ശീലമാക്കി മാറ്റണം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ എനിക്ക് സ്വയം പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാനൊരു ശാസ്ത്രീയ സഹായം തേടേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് നമ്മുടെ മെച്ചപ്പെട്ട മാനസിക ആരോഗ്യത്തിലേക്ക് നയിക്കും. എന്താണെങ്കിലും മാനസികമായ ആരോഗ്യത്തോടെ ജീവിക്കുക, മാനസികമായ ആരോഗ്യത്തിലേക്ക് എത്താൻ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക, മറ്റുള്ളവരെ നമ്മൾ കേൾക്കുക, ചേർത്ത് നിർത്തുക. എല്ലാവർക്കും മാനസിക ആരോഗ്യത്തിൻ്റെ നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.